Hello friends, how are you? Fine. So now we have done 4 lessons. Unit 1, then we saw emancipation and empowerment. We saw some characters there, Nomita, Ajit, Christine Lagarde making a speech, and Sudha Murthy, also Ratna. ഇത്രയും പേരെല്ലാം നമ്മൾ കണ്ടു. അവരെ ഇങ്ങനെ എംപവർമെൻറ്റിനെ പറ്റിയും എംപവർമെൻറ്റ് വന്നാൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഈ ഇതിനകത്ത് ഈ ഹൊറൈക്കുള്ളിനകത്ത് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഗ്രാമറിൻ്റെ 1-2 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ക്ലോസ്, ദെൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ CLAUSE, രണ്ടാമത്തെ ഫ്രേസ്, റിലേറ്റീവ് ക്ലോസ്, ഇങ്ങനെയൊക്കെ 1-2 കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതെല്ലാം വളരെ വിശദമായിട്ട് എൻ്റെ ഗ്രാമർ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഈ 3 കാര്യത്തെപ്പറ്റി ഒന്ന് പറയാം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിക്കാതെ കേൾക്കാൻ പറ്റിയല്ലോ അല്ലേ? അത് ശരി, ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പം ഞാനത് പറഞ്ഞത് ഓക്കെ. ആദ്യം ഫസ്റ്റ് ഈസ് റിലേറ്റീവ് ക്ലോസ്. Here I have 2 sentences, 2 separate sentences. Nomita is a teacher. നമുക്കറിയാവുന്ന ഒരു ക്യാരക്ടറാണ്, അതുകൊണ്ടായത്. Nomita is a teacher. Nomita teaches English. 2 സെൻറ്റൻസുകളാണത്, 2 ക്ലോസ്. ഇത് 2 ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ ഓരോ ക്ലോസിനും അർത്ഥം പൂർണ്ണമാണ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസിനെ അർത്ഥമുള്ളൂ. ക്ലോസ്, CLAUSE, ക്ലോസ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ്. സെൻറ്റൻസ് എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഓബ്ജക്റ്റ്, അല്ലെ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഇപ്പോൾ ഹിയർ Nomita is a teacher. Nomita teaches English. Subject, verb and object. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് 2 സെൻറ്റൻസ് ഉണ്ട്. ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥമുള്ള ഒരു വാക്കുകൾ ചേർന്ന ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരു അർത്ഥം പൂർണ്ണമായിട്ടുള്ള ഒരു വാക്യം. അല്ല, അത് സെൻറ്റൻസ് എന്ന് പറയാൻ വാക്യം തന്നെയല്ലേ അല്ലേ? 2-3 വാക്കുകൾ ഒന്നിച്ച് ചേർത്തിട്ട് അതിന് പൂർണ്ണ അർത്ഥം ഉണ്ടായിരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനകത്തൊരു ഫുൾ വെർബ് ഉണ്ടായിരിക്കണം. ഫുൾ വെർബ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ടീച്ചേഴ്സ് ഇങ്ങനെയാണ് ഉണ്ടായിരിക്കണം. അപ്പം ഇതിനെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഫ്രേസ് എന്ന് പറഞ്ഞാൽ കുറേ വാക്കുകൾ ഒന്നിച്ചിടുക. അതിന് ഉദാഹരണം പറയാൻ നമ്മൾ പറയാം ഓൺ ദ ഡെസ്ക്. അതൊരു ഫ്രേസാണ്. 2-3 വാക്കുകൾ ഒന്നിച്ചിട്ടുന്നു. അതിന് ഒരു അപൂർണ അർത്ഥമാണ് ഓൺ ദ ഡെസ്ക് എന്ന് പറഞ്ഞാൽ. അതേസമയം നമ്മളിവിടെ പറഞ്ഞ് നോമിത ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. നോമിത ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, പൂർണ്ണമാണ്. അതുകൊണ്ട് അത് സെൻറ്റൻസ്. ഓൺ ദ ഡെസ്ക്, ഇൻ ദ റൂം, സി, ദെൻ അക്രോസ് ദ റോഡ്, ഇങ്ങനെയൊക്കെ പറയില്ലേ, അതൊക്കെയാണ് ഫ്രേസ്. കാരണം അതിനകത്ത് വെർബില്ല, അർത്ഥം പൂർണ്ണമല്ല, എന്നാൽ കുറച്ച് അർത്ഥമുള്ളതാണ്. അതാണ് വ്യത്യാസം. നമുക്ക് ഒന്നുകൂടെ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഇത് റിലേറ്റീവ് ഇതെന്താന്ന് പറയാം. അതിൽ നമുക്ക് 2 സെൻറ്റൻസുകളാണുള്ളത്. 2 സെൻറ്റൻസസ്, 2 വാക്യങ്ങൾ ഉണ്ട്. 2ഉം പൂർണ്ണമാണ്. തന്നെ നിൽക്കാം. പൂർണ്ണമാകുമ്പോൾ തന്നെ നിൽക്കാൻ പറ്റും. അപൂർണ്ണമാകുമ്പോഴല്ല നമുക്കൊരു സഹായമൊക്കെ വേണ്ടത്. നമുക്ക് എന്തെങ്കിലും മേലായി വേണം, നമുക്കൊരു നടക്കാൻ പറ്റിയ ഒരു വടി വേണം അല്ലേ? അപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത്, ഡിപ്പെൻഡൻറ്റ്. സോ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻഡിപെൻഡൻറ്റ്. ഇപ്പോൾ ഈ Nomita is a teacher. Nomita teaches English. They are independent. Independent എന്ന് പറഞ്ഞാൽ മറ്റൊരു പരസഹായം ഇല്ലാതെ നിൽക്കാൻ പറ്റുക. അതാണ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് അല്ലേ? ഇൻഡിപെൻഡൻറ്റ്. ഇന്ത്യ ഈസ് ഇൻഡിപെൻഡൻറ്റ്. പരസഹായം ഇല്ലാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി അന്വേഷിക്കാൻ പറ്റുന്നതാണ് ഇൻഡിപെൻഡൻറ്റ്. ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സഹായത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഡിപ്പെൻഡൻ്റ് എന്ന് പറയാം. ഉദാഹരണം പറയുന്നത് കൊച്ചുകുട്ടി ഡിപ്പെൻഡൻ്റ് ആണ്. അതേസമയം ഒരു 28-30 വയസ്സൊക്കെ ആയിരിക്കുമ്പം കല്യാണം കഴിച്ച് മാറും, അത് ഇൻഡിപെൻഡൻ്റ് ആവും. മനസ്സിലാകുക? അത് സിമ്പിൾ. ഇനി നമ്മൾക്ക് ഒരു ഉള്ളത്, നമുക്കൊരു രസകരമായ കാര്യം ചെയ്യാനുള്ളത്, ഈ 2 സെൻറ്റൻസിനെ കൂട്ടിച്ചേർക്കണം.
അതായത് റിലേറ്റ് ചെയ്യണം. എന്താ റിലേറ്റ് ചെയ്യുന്നുള്ള കാര്യം? റിലേറ്റ് എന്ന് പറയുന്നത് എന്താ? കണക്ട് എന്നുള്ളതാണ്, റിലേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ റിലേറ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കസിൻസ്, നമ്മുടെ ആൻറ്റിമാർ, അങ്കിള്, ഇവരൊക്കെ നമ്മൾ റിലേറ്റീവ്സ് എന്നാണ് വിളിക്കുന്നത്. എന്ത് കാരണം എന്താ? ബന്ധക്കാരൻ എന്ന് വെച്ചാൽ ബന്ധം എന്താ? കണക്ഷൻ. നമുക്ക് അവരുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതെ. അപ്പോൾ ഇതിന് ഈ സെന്റൻസ് 1 നമുക്ക് ഇങ്ങനെ എഴുതാം. സെന്റൻസ് 1 ആൻഡ് സെന്റൻസ് 2 രണ്ട് ഇൻഡിപെൻഡൻറ്റ് സെന്റൻസസ് ആണ്, അല്ലെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആണ്. രണ്ട് പൂർണ്ണ അർത്ഥമുള്ള രണ്ട് വാക്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ രണ്ടിനെ ഇവിടെ ഒന്നിച്ചാക്കണം, അത് റിലേറ്റ് ചെയ്യണം. ഇപ്പം റിലേറ്റ് ചെയ്യുമ്പം അതാണ് ഈ ഇത് രണ്ടും ക്ലോസസ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പം റിലേറ്റീവ് ക്ലോസ് മനസ്സിലാകണം. അപ്പം ഈ രണ്ട് സെന്റൻസിനെ ഒന്ന് ബന്ധിപ്പിക്കണം. ബന്ധിപ്പിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു റിലേറ്റ്. ഒന്ന്, റിലേറ്റ് ദിസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ്. ഇപ്പം രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്, രണ്ടിനും തന്നെ നിൽക്കാം. But to relate this independent clauses, what should we do? അതാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം നമുക്കറിയാമല്ലോ, നൊമിത ഈസ് എ ടീച്ചർ. വീണ്ടും രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ നൊമിതയെ പറ്റി പറയുക. അപ്പം സാധാരണ അങ്ങനെ നമ്മൾ പറയാറില്ലല്ലോ, അല്ലേ? നമ്മുടെ സ്വന്തം മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയുകയില്ല. നൊമിത ഒരു ടീച്ചറാണ്, നൊമിതയെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ പറയുകയില്ല. നൊമിത ഒരു ടീച്ചറാണ്, അവൾ, പിന്നെ വരുന്ന അവൾ എന്നാണ്, അല്ലേ? അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് നൊമിത ഒരു ടീച്ചറാണ്, നൊമിത തന്നെ ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു പറയുക ഇല്ല, അങ്ങനെ പറയത്തില്ല. അപ്പം ഒരു നൊമിത എന്നുള്ള അത് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു വേറൊരു നാമം, ഇത് നാമമാണല്ലോ, നാമം എന്ന് പറഞ്ഞാൽ പേര്, എന്തിനെങ്കിലും പേരാണല്ലോ നാമം, അല്ലെ നൗൺ എന്ന് പറയുന്നത്. അപ്പം ദിസ് ഈസ് എ നൗൺ, അല്ലേ? ഒരു നൗൺ. ഈ നൗണിന് പകരം ഇതിവിടെ റിപ്പീറ്റ് ചെയ്യുക. അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആശാവചകത്വം വരും എല്ലായിടത്തും. ഉദാഹരണം പറയാം, നൊമിത ഇസ് എ ടീച്ചർ, നൊമിത ടീച്ചേഴ്സ് ഇംഗ്ലീഷ്, നൊമിത ലിവ്സ് ദെയർ, നൊമിത ഇസ് മാരീഡ്, നൊമിത ഹാസ് ചിൽഡ്രൻ, നൊമിത ഗോസ് ടു ടെമ്പിൾ എവറി ഡേ. ഇങ്ങനെയൊക്കെ പറയാൻ നൊമിത നമ്മൾ മടുത്തു പോകും. അപ്പം അതിന് പകരം നമ്മൾ എന്നാ ചെയ്യുന്നത്? ഒരു നാമത്തിന് പകരം വേറൊരു നാമം ഉപയോഗിക്കുകയാണ്. ആ നാമത്തിൻ്റെ പേരാണ് പ്രോനൗൺ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഞാനതൊന്ന് ഇപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. പ്രോനൗൺ. പകരത്തിന് ഉപയോഗിക്കുന്ന നാമത്തിനാണ് പ്രോനൗൺ എന്ന് ഇംഗ്ലീഷ് പറയും. നാമത്തിന് അല്ലെങ്കിൽ പേരിന് നമ്മൾ നൗൺ എന്ന് പറയും. അപ്പം ഇതിന് പറ്റിയ പ്രോനൗൺ അതൊക്കെ നമുക്കറിയാം. ഇത് ഫീമെയിലാണ്, ഇത് സിംഗുലറാണ്. അപ്പം ഇതിന് പറ്റിയത് എന്നതാ? ഇതിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഈ രണ്ടാമത്തെ സെന്റൻസിൽ നൊമിത എവിടെ, ഏത് ഭാഗത്ത്, എന്ത് പൊസിഷനാണ്? സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറയുന്ന സെന്റൻസിന്റെ തുടക്കം എന്ന് നമുക്ക് സാമാന്യം ചിന്തിക്കാം. ഇപ്പം ഈ നൊമിത എന്ന് പറയുന്ന ഈ നൗൺ അത് ഒന്ന് ഫസ്റ്റ് പ്ലേസിലാണ് ഇരിക്കുന്നത്. രണ്ടാമത്തത് ഒരു ഫീമെയിൽ നാമമാണ്, ഫെമിനിൻ എന്ന് കേട്ടില്ല, എന്നാൽ പിന്നെ അത് തന്നെ ഉപയോഗിക്കാം, ഫെമിനിൻ നാമമാണ്. മൂന്നാമത്തത് സിംഗുലറാണ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒറ്റ, സിംഗിൾ എന്ന് മാരീഡ് എന്ന് പറയില്ല, അത് സിംഗിൾ ഓർ മാരീഡ്. സിംഗിൾ ആണെങ്കിൽ ഒറ്റയാണ്, ഒറ്റ. അപ്പം ഈ മൂന്ന് കാര്യം ഈ നൗണിനുണ്ട്. ഈ നൗണിൽ ഒന്ന് അതാണ് ആ സെന്റൻസിന്റെ ആദ്യം നിൽക്കുന്നത്, ഫസ്റ്റ്. രണ്ട്, അതൊരു ഫെമിനിൻ നൗണാണ്. മൂന്ന്, സിംഗുലറാണ്. അപ്പം ഇങ്ങനെ വരുമ്പം സെന്റൻസിന്റെ ആദ്യം നിൽക്കുന്നത് പൊസിഷനാണ്. പൊസിഷൻ അതായത് സബ്ജക്റ്റ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റാണിത് ആദ്യം നിൽക്കുന്നത്. അത് വേറൊരു കാര്യം. പക്ഷെ ഈ നാമം ഈ നൗണിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ്. പൊസിഷൻ ബ്രിട്ടീഷ്, ഫെമിനിനാണ്, സിംഗുലറാണ്. ഇപ്പം നമുക്കറിയാമല്ലോ അവിടെ ഏത് പ്രോനൗണാണ് വരുന്നത്. അതിന് പകരം വരാൻ പറ്റുന്ന പ്രോനൗൺ ഏതാണ്? ഷീ. അപ്പം ഇതിന് പകരം നമ്മൾ ഷീ ആയി, അല്ലേ? അപ്പം ആ സെന്റൻസ് എഴുതിയെടുക്കാൻ ഒന്നുകൂടി എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, നൊമിത ഈസ് എ ടീച്ചർ. ഷീ ഉണ്ടാവും. നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്തു, സ്റ്റൈല് മാറി. നമ്മുടെ സ്റ്റൈല് നൊമിതയ്ക്ക് പകരം നമ്മൾ ഷീ. ഷീ എന്നതാ പ്രോനൗൺ. എന്തിൻ്റെ പ്രോനൗൺ?
സിംഗുലർ ഫെമിനിൻ നൗൺ ആയിരിക്കണം. അപ്പം ഷീ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്, അങ്ങനെ ആയില്ല. ഷീ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഇത് തന്നെ സംഭവം നമ്മളിങ്ങനെ മാറ്റി. ഇനി നമ്മൾ കണക്ട് ചെയ്യണം. അതെന്ത് ചെയ്യും? ഈ പ്രോനൗണിന് പകരം നമ്മൾ വേറൊരു വാക്ക് ഉപയോഗിക്കും. ആ വാക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മളിങ്ങനെ പറയും, നമിത ഈസ് എ ടീച്ചർ, ഷീ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. അത് നമ്മൾ രണ്ട് സെൻറ്റൻസ്, പ്രത്യേക സെൻറ്റൻസുകളാണ്. ഇനി നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്യണം, കണക്ട് ചെയ്യണം. അതിനൊരു കണക്റ്റിംഗ് വേർഡ് വേണം, കണക്ട് ചെയ്യാനുള്ള വാക്ക് വേണം. ആ വാക്ക് നമ്മൾ കൊടുക്കുന്നത്, ഇതിപ്പം സബ്ജക്റ്റ് പൊസിഷനാണ്. സെൻറ്റൻസിൻ്റെ ആദ്യം വരുന്ന സബ്ജക്റ്റ് പൊസിഷനാണ്. അപ്പോൾ സബ്ജക്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വാക്കാണ് ഹു. ഹു കാരണം സബ്ജക്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു പ്രൊനൗൺ അല്ലെങ്കിൽ നൗണിന് വേണ്ടി നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അത് റിലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹു. അതുകൊണ്ട് ഈ ഹു എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൊനൗൺ എന്നാണ് അതിനെ വിളിക്കുന്നത്. റിലേറ്റീവ് പ്രൊനൗൺ, റിലേറ്റീവ് പ്രൊനൗൺ. മനസ്സിലായോ? പ്രൊനൗൺ എന്താണ്? ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്ക്. റിലേറ്റീവ് പ്രൊനൗൺ എന്താണ്? ആ രണ്ട് സെൻറ്റൻസിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. അതാണ് അതിൻ്റെ ഫങ്ഷൻ എന്നാണ്. അതെന്താ ചെയ്യുന്നത്? ഈ രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ യോജിപ്പിക്കുകയാണ്. അപ്പം അതിന് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഹു. ഇനിയിപ്പോൾ നമ്മളിത് രണ്ടും കൂടെ ഒന്നിച്ചെഴുതാം. ഈ രണ്ട് സെൻറ്റൻസ് നമുക്ക് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നമിത ഈസ് എ ടീച്ചർ. നമിത ഇപ്പോൾ എംപവേർഡ് ആയി, അതുകൊണ്ടാണ് കേട്ടോ. ടീച്ചർ ഹു ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. കണ്ടോ? കണക്ട് ചെയ്താണോ? ഇപ്പം നമ്മൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തു. ആ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച വാക്കാണ് ഹു. ആ ഹൂവിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് റിലേറ്റീവ് പ്രോനൗൺ. റിലേറ്റീവ് പ്രോനൗൺ. അപ്പം ഒരു റിലേറ്റീവ് ക്ലോസ് നമ്മൾ എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുക അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ജനറേറ്റ് ചെയ്യാനാണ്. ജനറേറ്റർ എന്ന് അറിയത്തില്ല. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ സപ്ലൈ ചെയ്ത, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്ത, അല്ലെങ്കിൽ പുതിയതായി ഉപയോഗിച്ച ഒരു വാക്കാണ് ഹു. അപ്പോൾ ഹു എന്ന വാക്കിൻ്റെ ഫങ്ഷൻ എന്നാ, അതിൻ്റെ ജോലി എന്നാ? ഇവിടെ ഈ രണ്ട് സെൻറ്റൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുക. ആ ഹു എന്താണ്? ഒരു പ്രോനൗണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയും. അപ്പോൾ റിലേറ്റീവ് പ്രോനൗൺ അതൊരു പുതിയ വാക്കായിരിക്കില്ല നമുക്ക്. റിലേറ്റീവ് പ്രോനൗൺ എന്നാണെന്ന് കണ്ടു. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, വേറൊരു നാമമാണ് പ്രോനൗൺ, അല്ലേ? ആ പ്രോനൗൺ രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ യോജിപ്പിക്കണമെങ്കിൽ അതിന് പകരം വേറൊരു നൗൺ എഴുതണം. ആ നൗണിൻ്റെ പേരാണ് റിലേറ്റീവ് പ്രോനൗൺ. മനസ്സിലായി? അപ്പം നമ്മളിപ്പം മനസ്സിലാക്കിയത് എന്തൊക്കെയാണ്? ഇത് രണ്ട് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസുകളാണ്. രണ്ടും സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന വാക്യങ്ങളാണ്, അല്ലേ? രണ്ടാമത് നമ്മൾ പഠിച്ചു ഈ നാമം ഇങ്ങനെ എല്ലാ സെൻറ്റൻസിൻ്റെ ആദ്യം ഇങ്ങനെ ആവർത്തന വിരസത ഉണ്ടാകും. അതുകൊണ്ട് ഒരു നാമത്തിന് പകരം നമ്മൾ ഒരു നാമം എഴുതും. അതിനെ പ്രോനൗൺ എന്ന് പറയും. ആ പ്രോനൗൺ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. ഇത് ഇവിടുത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഇത് സിംഗുലറാണ്, ഒന്നാണ്, ഒറ്റയാണ്, പിന്നെ ഫെമിനിൻ ആണ്, അതുകൊണ്ട് ഷീ. ഇപ്പം സിംഗുലറാണ്, പുരുഷനാണെങ്കിലോ പുരുഷൻ്റെ പേരാണെങ്കിലോ ഹി. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യം. ഇവിടെ കിടന്ന് നമ്മൾ വിഷമിക്കരുത്. ഇവിടെ കിടന്ന് ഇതെല്ലാം കൂടെ പറയുന്നത് കൺഫ്യൂസ് ചെയ്യാൻ ഞാൻ ആളല്ല. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഇപ്പം രണ്ട് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസുകളെ നമുക്ക് യോജിപ്പിക്കണം. അതിന് നമുക്കൊരു പ്രോനൗൺ വേണം. ആ പ്രോനൗണിൻ്റെ പേരാണ് റിലേറ്റീവ് പ്രോനൗൺ. ഇംഗ്ലീഷിൽ
ഈ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഹു. ഹു എടുക്കാൻ കാരണം നമ്മൾ സബ്ജക്ട് പൊസിഷനിൽ നിൽക്കുന്ന നൗണിന് പകരമാണ് ഉപയോഗിക്കുന്നത്. സബ്ജക്ട് പൊസിഷൻ, അതുകൊണ്ടാണ് ഹു. വേറെ പൊസിഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ റിലേറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു സെന്റൻസ് എന്നാണ്. റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ച് തുടങ്ങുന്ന സെന്റൻസ്. അപ്പൊ ഈ സെന്റൻസുകൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. നമ്മളിപ്പോൾ പഠിച്ചു നോക്കുമ്പോൾ നോമിത ഈസ് എ ടീച്ചർ ഹൂ. ഹൂ എന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലായത്? ഹൂ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഇത്രേ ഇപ്പം നമ്മൾ കണക്ട് ചെയ്തു. ഇപ്പം ഹൂ എന്ന പദം ഉപയോഗിച്ച് നമ്മൾ ഈ രണ്ട് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസുകളെ ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റി. അതിന് സഹായിക്കുന്ന ഒരു വാക്കാണ് ഹൂ. ഇപ്പം ന്യായമായിട്ട് നിങ്ങൾ ചോദിക്കുക വേറെ എന്തെങ്കിലും വാക്കുകൾ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? അത് ഞാൻ പറഞ്ഞു. നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് നമ്മൾ ഏത് വാക്കിനാണ് പകരം നമ്മൾ ഉപയോഗിക്കുന്നത്? സബ്ജക്ട് പൊസിഷനിൽ നിൽക്കുന്ന ഒരു വാക്കിന് പകരമാണ്. സബ്ജക്ട് പൊസിഷനിൽ നിൽക്കുന്ന ഒരു നാമത്തിന് പകരമാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഹൂ വരുന്നത്. വേറൊരെണ്ണം വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പം രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസുകളെ യോജിപ്പിക്കുന്നതിന് റിലേറ്റ് ചെയ്യുക എന്ന് പറയാം. റിലേറ്റ് അല്ലെ, ബന്ധപ്പെടുത്തുക എന്ന് പറയാം. അങ്ങനെ ബന്ധപ്പെടുന്നതിന് നമുക്ക് ബന്ധപ്പെടാൻ ഒരു വാക്ക് വേണം. ആ വാക്കിനെ നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ എന്ന് വിളിക്കുന്നു. റിലേറ്റീവ് പ്രോനൗൺ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഏത് വാക്കിന് പകരമാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ സ്ഥാനം നോക്കണം. ഇവിടെ ഇതിൻ്റെ സ്ഥാനം സബ്ജക്റ്റാണ്. കർത്താവ് എന്ന് മലയാളത്തിൽ പറയുകയാണ്. കർത്താവ് വ്യാകരണത്തിൽ. അതുപോലെ ഇവിടെ സബ്ജക്റ്റാണ്. അപ്പോൾ സബ്ജക്റ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഹൂ ആണ്. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ വീണ്ടും രണ്ട് സെൻറ്റൻസ് ഉണ്ട്. പക്ഷേ എന്ത് പറ്റിയെന്ന് നോക്കി. ഹി നോമിത ഈസ് എ ടീച്ചർ. അത് സ്വതന്ത്രമായിട്ട് തന്നെ നിൽക്കുന്നു, ഒരു കുഴപ്പമില്ല. നോമിത ഈസ് എ ടീച്ചർ. നോമിത നമ്മൾ ഇവിടെ മാച്ച് ബോക്സ് കണ്ട നോമിത അല്ല ഇത്. ഇത് എംപവേർഡ് നോമിതയാണ്. ഇത് എമാൻസിപ്പേറ്റഡ് നോമിതയാണ്. അതാണ് നോമിത ഈസ് എ ടീച്ചർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നതൊക്കെ. ഇനി ഹൂ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഹൂ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഈ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റി? ഇതിൻ്റെ ആ ഇൻഡിപെൻഡൻസ് സ്വഭാവം മാറി. കാരണം ഇന്ന് തന്നെ നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ ചുമ്മാ ഒരു സാധനം ഹൂ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഇത് ക്വസ്റ്റ്യൻ അല്ല. ക്വസ്റ്റ്യൻ ആണെങ്കിൽ പറയാം തന്നെ നിൽക്കുക എന്ന് പറയും. ഇത് ക്വസ്റ്റ്യൻ അല്ല. ഇത് വേറെ ആളെ പറ്റി പറഞ്ഞേച്ച് പറയുന്ന കാര്യം. അപ്പം ഇതിന് തന്നെ നിൽക്കാൻ പറ്റത്തില്ല. ഹൂ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. എന്നതാ അപ്പൊ ഇതുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ ഇതിനർത്ഥമുള്ളൂ. മനസ്സിലായില്ലേ? ഇത് നോമിത ഈസ് എ ടീച്ചർ ഹൂ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അതിന് മൊത്തത്തിൽ അർത്ഥമുണ്ട്. വെറുതെ ഇങ്ങനെ പറയാ ഹൂ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്, അർത്ഥമില്ല. അപ്പൊ അതിന്റെ എന്ത് സംഭവിച്ചു? രണ്ടാമത്തെ സെന്റൻസിന് ഡിപ്പെൻഡന്റ് ആയിപ്പോയി. കണക്ട് ചെയ്ത് വന്നപ്പോൾ ഡിപ്പെൻഡന്റ് ആയിപ്പോയി. മനസ്സിലാകുന്നു? അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയും. ഇവിടെ ഇപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഒരു മെയിൻസ് ക്ലോസും, മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ തന്നെ നിൽക്കാൻ പറ്റുന്നത് ഡിപ്പെൻഡന്റ് ക്ലോസ്. ഡിപ്പെൻഡന്റ് ക്ലോസ് അല്ല ഡിപ്പെൻഡന്റ് സെന്റൻസ് എന്ന് പറയാം. പണ്ടൊക്കെ പറയാണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സബോർഡിനേറ്റ് ക്ലോസ്. ഡിപ്പെൻഡന്റ് ക്ലോസിന് പകരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സബോർഡിനേറ്റ്. സബോർഡിനേഷൻ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ്. നമ്മളെല്ലാവരും വി ആർ വാട്ട് സബോർഡിനേറ്റ്സ് ടു. നമ്മളിപ്പോൾ സാറന്മാരെല്ലാം പ്രിൻസിപ്പളിൻ്റെ സബോർഡിനേറ്റ് ആണ്. പ്രിൻസിപ്പളാണ് ഇൻഡിപെൻഡൻറ്റ് ആയിട്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുന്നുള്ളൂ. നമ്മൾ സബോർഡിനേറ്റ് അതിൻ്റെ തൊട്ട് താഴെ നമ്മളർത്ഥം. ഇപ്പം പ്രിൻസിപ്പളും ഈ സ്കൂളും ഇല്ലെങ്കിൽ ടീച്ചറിന് തന്നെ അതിൻ്റെ വിലയിരിക്കുന്നു. ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല, അവിടെ ജോലി നോക്കാൻ പറ്റില്ല. പ്രിൻസിപ്പളില്ല, സ്കൂളില്ല, കുട്ടികളില്ല, പിന്നെ എന്നാ ഈ ക്ലാസ്സിൽ വന്നിരുന്നതിൻ്റെ ഏറ്റുപോകും. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതാണ് സബോർഡിനേറ്റ് എന്ന് പറയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ സെൻറ്റൻസ് സബോർഡിനേറ്റ് ആകുന്നത് എങ്ങനെയാണ്? ഇത് മെയിൻ ക്ലോസ്. ഈ രണ്ടാമത്തെ ക്ലോസിൻ്റെ എക്സിസ്റ്റൻസ്, അതിൻ്റെ നിലനിൽപ്പ് എന്തിനെ
ബേസ് ചെയ്താ നിൽക്കുന്നത്, ആദ്യത്തെ സെന്റൻസിനെ ബേസ് ചെയ്താ നിൽക്കുന്നത്. അപ്പൊ തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു സെന്റൻസ് പ്രിൻസിപ്പൽ ക്ലോസ്, അല്ലെ മെയിൻ ക്ലോസ് എന്ന് പറയും, അല്ലെ മെയിൻ സെന്റൻസ്, പ്രധാനപ്പെട്ട സെന്റൻസ്. പിന്നെ അതിനോട് ചാരി നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്വല്പം താഴെയായിട്ട് നിൽക്കുന്ന അല്ലെ തന്നെ നിൽക്കാൻ പറ്റിയാത്ത ആ ക്ലോസിനെ വിളിക്കുന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഇപ്പം നമ്മളിങ്ങനെ കണക്ട് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓൾ റിലേറ്റീവ് ക്ലോസസ് ആർ സബോർഡിനേറ്റ് ക്ലോസസ്. ഇതാണ് ഞാൻ പറയാൻ വന്നതിൻ്റെ അർത്ഥം. ഇത് വേറെ നിൽക്കുമ്പം രണ്ടും തുല്യ പവറാണ്. പക്ഷെ യോജിച്ച് കഴിയുമ്പം ഒരാൾ ഒന്നിന് കീഴ്പ്പെടുക, താന്നു വന്നു. കീഴ്പ്പെടുക നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? രണ്ടാമത്തെ പാർട്ടിക്ക് തന്നെ നിൽക്കത്തില്ല. രണ്ടാമത്തെ പാർട്ടിയുടെ പേരെന്നാ? റിലേറ്റീവ് ക്ലോസ്. എന്തുകൊണ്ടാണ്? സ്റ്റാർട്ട്സ് വിത്ത് റിലേറ്റീവ് പ്രോനൗൺ. ഇതുണ്ടോ? റിലേറ്റീവ് പ്രോനൗൺ ഹു. നമ്മൾ പറയുന്നത് ഇപ്പം റിലേറ്റീവ് പ്രോനൗൺ വെച്ച് തുടങ്ങുന്ന വാക്യങ്ങളെല്ലാം നമ്മൾ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയും. റിലേറ്റീവ് ക്ലോസ്. റിലേറ്റീവ് ക്ലോസസ് എല്ലാം ഒന്നാമത്തെ പോയിന്റ് ഡിപ്പെൻഡൻ്റ് ആണ്. ഡിപ്പെൻഡൻ്റ് ആണ്. റിലേറ്റീവ് ക്ലോസ്, a relative clause begins with a relative pronoun. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ഹു. എന്തുകൊണ്ടാണ്? ഏത് സ്ഥാനത്ത് നിൽക്കുന്ന നാമത്തിന് പകരമാണ് നമ്മൾ ഈ ഹു ഉപയോഗിച്ചത്? സബ്ജക്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു നാമത്തിന് പകരം ഒരു റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഹു ആയിരിക്കും. റിലേറ്റീവ് പ്രോനൗൺ വെച്ച് തുടങ്ങുന്ന ഒരു വാക്യമാണ് അതിനെ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയും. ഇപ്പം ഇവിടെ ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് ഒന്നൊരു മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ തന്നെ നിൽക്കാന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിലൊക്കെ പറയല്ലേ, വാരം പണിയാന്ന് പറയും. കെട്ടിടം പണിതു എല്ലാം കഴിഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ സ്ഥലം പോലെ ഒരു വാരം പണി, അല്ലെ ചാർത്ത് പണിയാന്ന് പറയും. ആ ചാർത്ത് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ആണ്. അതിന് തന്നെ നിൽക്കാൻ പറ്റിയില്ല. അത് എന്തല്ല അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ പ്രധാനപ്പെട്ട ഭിത്തിയിലാണ്. പക്ഷെ വീട് ഇൻഡിപെൻഡൻ്റ് ആണ്, അത് മെയിൻ ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ് ആയതാ വാരം. അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ സ്ട്രക്ചറിനാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. കാരണം അതിന് തന്നെ നിൽക്കത്തില്ല, ഈ ഭിത്തിയൊക്കെ മാറി അതില്ല. അതുപോലെ ഇപ്പം ഈ നോമിനൈസ ടീച്ചർ എന്നാണ് അതില്ലെങ്കിൽ, സപ്പോസ് ആ സെന്റൻസ് ഇവിടെ ഇല്ലെന്നിരിക്കരുത്, ഇതില്ല, മെയിൻ വാരം മാത്രമേ ഉള്ളൂ, വാരം തന്നെ നിൽക്കത്തില്ല. അതിനർത്ഥമില്ല ഹു ഈസ് എ ടീച്ചർ. ഈ ഹു ഈസ് എ ടീച്ചറിന് അർത്ഥം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് വി ഡു? ദർ ഷുഡ് ബി എ മെയിൻ സെന്റൻസ്. ആ മെയിൻ സെന്റൻസ് എന്നാ? നമിത ഈസ് എ ടീച്ചർ. ഉണ്ടോ? അതാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമിത ഈസ് എ ടീച്ചർ. ഉണ്ടോ? ഹു ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഇപ്പം അതിനർത്ഥമായി. ഇപ്പം ഞാൻ എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതായത് ഒരു സെന്റൻസ് എന്ന് പറയാൻ പൂർണ്ണ അർത്ഥമുള്ള ഒരു എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ചെയിനായിട്ടാണ് വരുന്നത്. ചെയിൻ, ഒന്നിന് പുറകെ ഒന്നായിട്ട് വരും. സെന്റൻസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥമുള്ള ഒരു എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, കുറേ വാക്കുകൾ ഒന്നിച്ചിട്ട് പൂർണ്ണ അർത്ഥം. പിന്നെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു വേറെ ഫ്രേസ്. ഫ്രേസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ ക്രിയയില്ല അതിനകത്ത്. ഒരു സെന്റൻസിനകത്ത് പൂർണ്ണ ക്രിയയുണ്ട്. ആ പൂർണ്ണക്രിയയാണ് ഈ സെന്റൻസിന് പൂർണ്ണ അർത്ഥം കൊടുക്കുന്നത്. നമ്മൾ ഇതാന്ന് പറയാം, ഓൺ ദ ഡെസ്ക്. ഓൺ ദ ഡെസ്ക് എന്നാ അതിനൊരു അർത്ഥമുണ്ട്. ഇത് 3 വാക്കുകളുടെ ഒരു ഗ്രൂപ്പാണ്. ഇങ്ങനെയുള്ള പൂർണ്ണ ക്രിയയില്ലാത്ത അല്ലെ ക്രിയയില്ലാത്ത വാക്കുകളുടെ ഗ്രൂപ്പിന് നമ്മൾ പറയുന്നതാണ് ഫ്രേസ്. ഇത് ഫ്രേസ്, ഇത് സെന്റൻസ്. ഈ സെന്റൻസ് രണ്ടെണ്ണം നമ്മൾ സ്വതന്ത്രമാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷെ ഇതിനൊന്ന് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സബ്ജക്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന നൗണിന് പകരം ഒരു വാക്ക് ഉപയോഗിക്കും. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് രണ്ട് പീസാന്നിരിക്കട്ടെ. ഇതിനെ കണക്ട് ചെയ്യണമെങ്കിൽ എന്താ ഒരു പ്ലാസ്റ്റർ എന്തെങ്കിലും വേണമല്ലോ എന്ന് പറയുന്നത്. അപ്പം അല്ല നമ്മൾ ഏച്ച് കിട്ടുക എന്നുള്ളത്, ഏച്ച് കിട്ടുക കണക്ട് ചെയ്ത് ഇങ്ങനെ തുണി കൊണ്ടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കൈ ഒടിഞ്ഞു പോകുകയാണെങ്കിൽ വെച്ച് കിട്ടുക എന്ന് പറയുന്നത്.
ഇത് ഈ രണ്ട് സെന്റൻസ് നമുക്ക് വെച്ച് ചെയ്തതാണ്. എന്നാ നമുക്ക് സബ്ജക്ട് പൊസിഷനുള്ള നാമത്തിന് പകരമാണ് നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുന്നെങ്കിൽ, ഒരു റിലേറ്റീവ് വാക്ക് ഉപയോഗിക്കുന്നെങ്കിൽ അതാണ് ഹു. അപ്പോൾ അതുകൊണ്ട് പകരത്തിന് ഉപയോഗിക്കുന്ന നൗൺ എന്ന പേരിൽ അതിനെ നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയും. അപ്പം ഇവിടെ നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്ന ഹു ആണ്. കാരണം ഈ സബ്ജക്ട് പൊസിഷൻ നിൽക്കുന്ന ഒരു നാമത്തിന് പകരമാണ് ഹു ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ നൊമിത എന്നുള്ള മാറ്റിയിട്ട് ഹു ആയി. അന്നേരം നമുക്ക് ഇത് രണ്ടിനെ കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഹു എന്ന പദത്തിൻ്റെ പേരാണ് റിലേറ്റീവ് പ്രോനൗൺ. പ്രോനൗൺ ആണ് കാരണം പകരം നൊമിതയ്ക്ക് പകരമാണ്. റിലേറ്റീവ് രണ്ടും കൂടെ കണക്ട് ചെയ്യും. ഇങ്ങനെ രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? റിലേറ്റീവ് പ്രോനൗൺ വെച്ച് തുടങ്ങുന്ന സെന്റൻസ് സബോർഡിനേറ്റ് ആവും, അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആവും. അതുകൊണ്ട് ഓൾ റിലേറ്റീവ് ക്ലോസസ് ആർ ഡിപ്പെൻഡൻറ്റ് ക്ലോസസ്. അതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഹു മാത്രമേ ഉപയോഗിച്ചുള്ളൂ. വേറെ ഒത്തിരി വാക്കുകളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. ഇതേ ബേസ് ചെയ്ത് നമുക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് ചെയ്യാം. ഈ ഇന്നത്തെ പോയിന്റ് മാത്രം, ഈ ഒരു പോയിന്റ് മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. ഒന്ന്, റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിച്ച് നമുക്ക് രണ്ട് വാക്യങ്ങളെ നമുക്ക് ഒന്നിച്ചെഴുതാം, യോജിപ്പിക്കാം. അങ്ങനെ എഴുതുമ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ കൊണ്ട് തുടങ്ങുന്ന ആ വാക്യത്തിന് റിലേറ്റീവ് ക്ലോസ് എന്ന് പറയും. റിലേറ്റീവ് ക്ലോസിൻ്റെ ആദ്യം ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആയിരിക്കും. ആ റിലേറ്റീവ് ക്ലോസ് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആയിരിക്കും. അത് ചായയിൽ നിൽക്കുന്ന ആ ക്ലോസിന് മെയിൻ ക്ലോസ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഹു എങ്ങനെയാണ് സെലക്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. ഏത് നാമത്തിന് പകരമാണോ നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ എടുക്കുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്, ആ നൗൺ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നതാണ്. സെന്റൻസിന് 3 സ്ഥാനമാണ് പ്രധാനമായിട്ടുള്ളത്: സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അല്ലേ? അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നൊമിത ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. നൊമിത സബ്ജക്റ്റ്, ടീച്ചേഴ്സ് വെർബ്, ഇംഗ്ലീഷ് ഒബ്ജക്റ്റ്. ഇതൊക്കെ നമുക്ക് കൊച്ചുനാൾ മുതൽ അറിയാവുന്ന കാര്യം. ഞാൻ നിങ്ങളൊന്ന് ഓർപ്പിച്ചത്. Alright, so now let's say another one. Ajit is a bank manager. നമുക്ക് അജിത്തിനൊക്കെ അറിയാം. Ajit is an officer. Ajit is an officer. What is sentence? Ajit lives nearby. Stand simple sentence. Ajit is an officer. Ajit lives nearby. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അതെല്ലാം ഓർത്ത് നോക്കി. അജിത്ത് 2 പ്രാവശ്യം അത് പറയാൻ പറ്റിയല്ലോ, പറയുന്നത് ശരിയല്ലല്ലോ. ഇപ്പം ഇവിടെ അജിത്ത് എന്ന് പറയുന്നത് മാസ്കുലിനാണ്, പുരുഷൻ, ഒറ്റയാണ്, സിംഗുലർ. ഇപ്പം നമ്മൾ പറയാൻ എന്നാ ഉപയോഗിക്കുന്നത്? ഹി. ഇപ്പം നമ്മളത് ഹി ലിവ്സ് നിയർ ബൈ. ഇനി ഇപ്പോഴും ഇത് രണ്ടും ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസുകളാണ്. മനസ്സിലായില്ല? ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സത്യം പറയാൻ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ, തുല്യ ശക്തികൾക്ക് ഇങ്ങനെ ബന്ധപ്പെടാൻ പറ്റിയില്ല. ഒരു നാഴി വേറൊരു നാഴിയിൽ ഇറങ്ങിയെന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു നാഴി എന്ന് പറഞ്ഞാൽ ഒരു അളവ് പാത്രം. തുല്യമായിട്ടുള്ള ഉദാഹരണം 2 ഗ്ലാസ് ഒരേ തരത്തിലുള്ള അതൊന്നും അതിനകത്ത് കയറുമോ? മറ്റേ ഒരു ഗ്ലാസ്സിനകത്ത് മറ്റേ ഗ്ലാസ് കയറുമോ? ഇല്ല. ഇങ്ങനെ നിൽക്കും, മുട്ടി നിൽക്കും. അതേസമയം ഒരു ഗ്ലാസ് വലുതും മറ്റേ ചെറുതുമാണെങ്കിൽ ആ ചെറുത് അതിനകത്തോട്ട് എടുക്കും. അതുപോലെ തന്നെ ആ ചെറിയ ഗ്ലാസ് എന്നാൽ എന്താവും? സബോർഡിനേറ്റ് ആവും. വലിയ ക്ലാസ്സുകളാകും മെയിൻ സെന്റൻസ് ആവും. ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഇസ് ദ തിങ്. ഇനിയിപ്പോൾ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞ അജിത്തിന് പകരം ഒരു പ്രൊനൗൺ ഉപയോഗിച്ച് ഹി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു റിലേറ്റീവ് പ്രൊനൗൺ വേണം അതിന് പകരം. റിലേറ്റീവ് പ്രൊനൗൺ ഈ സെന്റൻസിനെ കണക്ട് ചെയ്യണം. അതിന് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നതോ ഹു. അതെന്താ കാര്യം? ഈ നൗൺ നിൽക്കുന്നത് സബ്ജക്ട് പൊസിഷനിലാണ്. സബ്ജക്ട് പൊസിഷൻ നിൽക്കുന്ന നാമങ്ങൾക്ക് പകരം ഉണ്ടാകേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഹു. അപ്പോൾ അത് വെച്ച് നമ്മൾ റിലേറ്റീവ് ക്ലോസ് ഉണ്ടാക്കി. ഹു ലിവ്സ് നിയർ ബൈ. ഇതോടെ എഴുതുക. അജിത് ഈസ് ആൻ ഓഫീസർ.
ഉണ്ടോ? അപ്പോൾ അത് ഒന്നിച്ചായി. ഹു ലീവ്സ് റിലേറ്റ് ചെയ്തു. മുമ്പ് പറഞ്ഞ പോലെ തന്നെ a relative clause begins with the relative pronoun. And relative pronoun has two functions. എന്തൊക്കെയാ? ഒന്ന്, it is a pronoun. രണ്ട്, it connects or relates. അതുകൊണ്ടാണ് അതിനെ റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറയുന്നത്. നാളെ നമ്മൾ കുറച്ചുകൂടെ റിലേറ്റീവ് പ്രൊണൗൺസ് കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്തൊക്കെയാ പുതിയ പുതിയ റിലേറ്റീവ് പ്രൊണൗൺസ് എന്നാണെന്ന് അറിയും. വേറെ സെൻറ്റൻസ് എഴുതാം, വേറൊരു പെയർ, അതൊരു പെയർ ലെറ്റ്സ് കണക്ട്. അതാണ് എന്താ ഉദാഹരണം പറയുന്ന രത്ന. നമ്മുടെ രത്നയുണ്ടല്ലോ, എവിടെയാ നമ്മുടെ രത്നയെ കണ്ടേ? രത്ന ഹോളല്ലോ, ബോംബെ. രത്ന ഈസ് എ ക്ലാർക്ക്. നമ്മൾ അങ്ങനെയാണല്ലോ ആ കഥയും പറയുന്നത്. ഈസ് എ ക്ലാർക്ക്. രത്ന lives in Mumbai. നമുക്ക് ഇത് രണ്ടും ഒന്ന് കണക്ട് ചെയ്യും. സ്ട്രൈറ്റ് അവേ ഷീ ഒന്നുമില്ല, സ്ട്രൈറ്റ് അവേ ഹൂ ഇടാം. ഞാനത് പ്രോസസ്സ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പ്രോനൗൺ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഷീയും ഹീയും ഒക്കെ അവിടെ കൊണ്ടുവന്നത്. പ്രോനൗണിന് പകരമാണ് നമ്മൾ ഹൂ, അതുകൊണ്ടാണ് അത് പ്രോനൗൺ ആവുന്നത്. അത് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് റിലേറ്റീവ് ആവുന്നത്. അത് കാണിക്കാൻ വേണ്ടിയാണ് റിലേറ്റീവ് പ്രോനൗൺ എന്നുള്ള കൺസെപ്റ്റ്, ആ ഐഡിയ എൻ്റെ മനസ്സിലോട്ട് വന്നോട്ടെന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ പ്രോസസ്സ് കാണിക്കുന്നത്. അല്ലെ സ്ട്രൈറ്റ് അവേ വി ക്യാൻ സേ രത്ന ഈസ് എ ക്ലാർക്ക് ഹൂ. ഇവിടെ പോയിട്ട് ഷീ വരുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളത് മനസ്സിൽ വെക്കണ്ടാൽ മതി. ഈ ഹൂ എന്തുകൊണ്ടാണ് പ്രോനൗൺ ആകുന്നത്? കാരണം വി ആർ യൂസിങ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ രത്ന. അതാണ് ഞാൻ ഈ പ്രോനൗൺ കൺസെപ്റ്റ് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇത്. ഹൂ ലിവ്സ് ഇൻ മുംബൈ. ഇപ്പം എന്താ സംഭവിച്ചു? ദിസ് ഈസ് എ റിലേറ്റീവ് ക്ലോസ്. ഈ റിലേറ്റീവ് ക്ലോസിന്റെ പവർ പോയി. എന്നുവെച്ചാൽ ഡിപ്പെൻഡൻ്റ് ആയി. വലിയ ക്ലാസ് ചെറിയ ക്ലാസ് വിചാരിച്ചാൽ, അല്ലെങ്കിൽ വീടും വാരം എന്ന് പറയല്ലേ, ചാർത്തെന്നൊക്കെ പറയും. ഇതൊരു ചാർത്താണ്. ഈ സെന്റൻസിന്റെ ഒരു ചാർത്താണ് ഇത്. അതായത് ഡിപ്പെൻഡന്റ് ക്ലോസ്, ഇൻഡിപെൻഡന്റ് അല്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ, ഇവിടെ കൊണ്ട് നിൽക്കുക. അതായത് ഇവിടെ രണ്ടും ഇൻഡിപെൻഡന്റ് ആണ്. ഇങ്ങനെ വരുമ്പോൾ ഒരാൾ ഒന്ന് ചില കീഴ്പ്പെട്ടു. അതാണ് സബോർഡിനേഷൻ എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ എഴുതാം, അപ്പം നമുക്കറിയാലോ. പ്രസാദ് ഈസ് എ റൈറ്റർ. പ്രസാദ് ഈസ് എ റൈറ്റർ. ഇവിടെ നമ്മൾ ഈ പ്രസാദ് എന്ന് പറയുന്നില്ല, ഇതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഹി. ആ പ്രോസസ്സ് നമുക്ക് അറിയാമല്ലോ എന്താണെന്ന്. പ്രസാദിന് പകരമാണ് ഹി, അതുകൊണ്ടാണ് പ്രോനൗൺ ആവുന്നത്. ഹി റൈറ്റ്സ് നോവൽസ്. പ്രസാദ് ഈസ് എ റൈറ്റർ. ഹി റൈറ്റ്സ് നോവൽസ്. ഹി എന്ന് പറഞ്ഞാൽ പ്രസാദ്. ഇനി ഈ പ്രോനൗൺ പകരം ഒരു പ്രോനൗൺ ഇടുന്നുള്ളൂ. അതേതാ? അല്ലെങ്കിൽ പ്രസാദിന് പകരം ഒരു പ്രോനൗൺ ഇടുന്നത് ഏതാ? കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹു. എന്താ ഹു? വൈ? ബിക്കോസ് യു ആർ റീപ്ലേസിങ് ഹി ബൈ ഹു. ഹിയുടെ പൊസിഷൻ എന്നാ? സബ്ജക്റ്റ്. സബ്ജക്റ്റ് ആയതാണ് നമ്മൾ ഹു. ഇനിയിപ്പോൾ നമുക്ക് എഴുതാം. പ്രസാദ് ഈസ് എ റൈറ്റർ. ഹു റൈറ്റ്സ് നോവൽസ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഈ ഇൻഡിപെൻഡന്റ് ക്ലോസ് ഡിപ്പെൻഡന്റ് ക്ലോസ് ആയി. ആ ഡിപ്പെൻഡന്റ് ക്ലോസിനെ റിലേറ്റീവ് ക്ലോസ് എന്ന് വിളിക്കുന്നു. കാരണം റിലേറ്റീവ് പ്രോനൗൺ കൊണ്ടാണ് അത് തുടങ്ങുന്നത്. ഇവിടുത്തെ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയാം ഹു. മനസ്സിലാകുന്നു? നമുക്ക് വേറെ എഴുതാം. എന്താണ്? അശോക് ഈസ് എ സിംഗർ. അല്ലെ വേറെ പേര് എഴുതാം. അല്ലേ, നമുക്ക് എന്ത് പേര് എഴുതുന്നത്? നമുക്കൊരു നല്ലൊരു പേര്. you have got Lina. Okay, is a singer. She cooks well. She cooks well. Cooks food. നല്ലപോലെ പാടുകയും ചെയ്യും, നല്ലപോലെ ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് ഇതൊന്ന് കണക്ട് ചെയ്ത് റിലേറ്റീവ് പ്രോനൗൺ വെച്ച്. ഏത് റിലേറ്റീവ് പ്രോനൗണാണ്? ഹു. ആയിട്ടാ? കാരണം ഈ ഷീ എന്നുള്ളത് ഇവിടെ സബ്ജക്റ്റാണ്. അപ്പൊ സബ്ജക്റ്റ് ആകുമ്പോൾ നമ്മൾ ഹു. ഇനി പറഞ്ഞേ
Dina is a singer who cooks well. Who വന്നപ്പോൾ ഇത് രണ്ടും ഒന്നായി. ഇപ്പം ഹൂ കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസ് റിലേറ്റീവ് ക്ലോസ് ആയി. അതിനെ റിലേറ്റീവ് ക്ലോസ് എന്ന് ചെയ്യാൻ കാരണം ഇറ്റ് ബിഗിൻസ് വിത്ത് റിലേറ്റീവ് പ്രോനൗൺ. ഇവിടെ അത് ഹൂ ആണ്. ഹൂ സെലക്ട് ചെയ്യാൻ കാരണം പകരം നിൽക്കുന്ന ആളൊരു സബ്ജക്റ്റാണ്. മനസ്സിലായി? ഇത്രയും കാര്യം മനസ്സിലായി. ഇത്രയും മനസ്സിലാക്കുക. റിലേറ്റീവ് ക്ലോസ് എന്നുള്ളത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഒരു മനോഹരമായ ഒരു ചാപ്റ്ററാണ്. വളരെ രസമാണ് അത് പഠിക്കാൻ. അപ്പം അത് പഠിക്കണം. കാരണം ഇപ്പം നമ്മൾ +2 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഭാഷ കുറച്ചുകൂടി ഒന്ന് കുഞ്ഞ് സെൻറ്റൻസ് ആദ്യം നമ്മൾ തുടങ്ങുന്ന വാക്കുകൾ ഉപയോഗിച്ചില്ലേ, പിന്നെ നമ്മൾ പറയുന്നതാണ്. പിന്നെ അടുത്ത സ്റ്റേജാണ് ഫ്രേസ്. ആദ്യം നമ്മൾ പറയും ഇങ്ങനെ എ ബോൾ തുടങ്ങുന്നില്ല, ബോൾ, then kite, table, bench, like that. അത് വഴി നമ്മൾ പറയുന്നതാണ് ഓൺ ദ ബെഞ്ച്. അപ്പോൾ അത് ഫ്രേസായി. ഓൺ ദ വാൾ ഫ്രേസായി. മൂന്ന് വാക്ക്, ഒന്നിലധികം വാക്ക് വരുമ്പോൾ അത് ഫ്രേസായി. ഒന്നിലെയും അത് ഒന്നിച്ച് വരികയും അതിനൊരു അർത്ഥം ഉണ്ടാവുകയും ചെയ്യും. എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകും. അപ്പോൾ അത് ഫ്രേസായി. ഒരു ഒന്നിലധികം വാക്കുകൾ ഒന്നിച്ച് വന്നൊരു ചെയിൻ പോലെ വന്നിട്ട് അതിനൊരു പൂർണ്ണ അർത്ഥം ഉണ്ടാകുമ്പോൾ അത് സെൻറ്റൻസായി. ക്ലോസ്. ഇപ്പം മനസ്സിലായോ? സെൻറ്റൻസും ക്ലോസും ഉണ്ട്. സെൻറ്റൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല സെൻറ്റൻസുകൾ ഒന്നിച്ച് ചേർക്കാൻ പോകും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട സെൻറ്റൻസും അതിനെ നമ്മൾ മെയിൻ ക്ലോസിനും ഒരു ചേർന്ന് നിൽക്കുന്ന സെൻറ്റൻസ്, പ്രധാനപ്പെട്ട ക്ലോസിനോട് ചേർന്ന് നിൽക്കുന്ന സെൻറ്റൻസ് അതിനെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് അല്ല ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയും. ഞാൻ മുമ്പേ പറയുന്നത് ഓർത്താൽ മതി. ചാർത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാരം എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് ക്ലോസാണ്. വീടെന്ന് പറയുന്നത് മെയിൻ ക്ലോസാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നാളെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഇത് കുറച്ച് 2-3 ക്ലാസ് കൊണ്ട് നമുക്കിത്, കാരണം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇതിനകത്തുണ്ട്. 2 സെൻറ്റൻസ് വന്നിട്ട് അതിനെ യോജിപ്പിക്കാൻ പറയും. കമ്പൈൻ ദീസ് സെൻറ്റൻസസ് യൂസിങ് എ റിലേറ്റീവ് പ്രോനൗൺ. അങ്ങനെയായിരിക്കും. അങ്ങനെ ചോദ്യം വരാം. അങ്ങനെ പല രീതിയിൽ അത് വരാം. പക്ഷേ ഇതാണ് അതിൽ നമ്മൾ പഠിച്ചിരിക്കണം. ഇങ്ങനെ പെറുക്കി പറയുന്ന അത് കൊച്ചുനാളിലെ കാര്യം നമ്മൾ പറയും. പെറുക്കിക്കാൻ പറയാം. പക്ഷെ കുറച്ചുകൂടെ വലുതാകും. കുറച്ചുകൂടെ ഇങ്ങനെ സെൻറ്റൻസിന് നീളം കൂടുന്നു, കണക്റ്റീവ്സ് ഉപയോഗിക്കുന്നു. അതൊക്കെയാണല്ലോ നമ്മൾ ഭാഷ വളരുന്ന അങ്ങനെയല്ല. അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ബാക്കി നമുക്ക് നാളെ കാണാം. ബാക്കി ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ക്ലോസ് എന്താണ്, ഫ്രേസ് എന്താണ്, 2. 3 പ്രോനൗൺ എന്താണ്, റിലേറ്റീവ് പ്രോനൗൺ എന്താണ്, എന്തുകൊണ്ടാണ് ഹൂ ഇവിടെ ഈ പർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഹൂ ഉപയോഗിക്കുന്ന പകരം നിൽക്കുന്ന നാമം അതിൻ്റെ പൊസിഷൻ ഫങ്ഷൻ ഇൻ എ സെൻറ്റൻസ് അത് സബ്ജക്റ്റാണ്. അപ്പം സബ്ജക്റ്റ് നൗണിൻ്റെ എല്ലാം റിലേറ്റീവ് പ്രോനൗൺ ഹൂ ആയിരിക്കും. അങ്ങനെ വേണ്ട ഒരു സംഭവം പറയാം. സബ്ജക്റ്റ് നൗണിന് പകരം ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ എല്ലാം ഹൂ ആയിരിക്കും. ഇപ്പം തൽക്കാലം അത് ആളുകളാണെങ്കിൽ അങ്ങനെയുണ്ട്. ആളുകൾക്ക് പകരമാണിത്. സാധനങ്ങൾക്ക് പകരമാണ് വേറെയാണ്. സാധനങ്ങൾ ഇങ്ങനെ സബ്ജക്റ്റായിട്ട് നിൽക്കുകയല്ലേ. ദിസ് ഈസ് എ ടേബിൾ, ദ ടേബിൾ ഈസ് വെരി കളർഫുൾ. ടേബിൾ സാധനമല്ലേ. അപ്പം അതിന് വേറെയാണ്. ആളുകൾ, മനുഷ്യൻ, ആളുകളുടെ പേര് സബ്ജക്റ്റ് പൊസിഷൻ നിൽക്കുമ്പം അതിന് പകരം നമ്മൾ ഒരു റിലേറ്റീവ് പ്രോനൗൺ എഴുതുവാണെങ്കിൽ അത് ഹൂ ആയിരിക്കും. സബ്ജക്റ്റ് ആയിരിക്കണം, ആളുകളായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞാൻ വിജയിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യണം. തന്നെത്താൻ ഇങ്ങനെ കുറേ സെൻറ്റൻസ് ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? ഓരോരുത്തരുടെ പേരെടുത്ത് വെച്ചിട്ട് അയാൾ എന്ത് ചെയ്തു എന്നിട്ട് ഹൂ അങ്ങനെ മനസ്സിലായില്ല. Mahatma Gandhi was a great man. He lived in India. He was born in India. Mahatma Gandhi was a great man who was born in India. Mahatma Gandhi was a great man
who was born in India. ഹീക്ക് വേണം ഹൂ എന്ന്. എന്താണ് ഹൂ അന്ന്? രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റാണ് ഹി. അതൊരാളുമാണ്, ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഹൂ വരുന്നത്. ഇനി ഞാൻ ഒത്തിരി പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായാൽ ഞാൻ വിചാരിച്ചിട്ട് നിർത്തുന്നു. ബൈ ഹാവ് എ നൈസ് ടൈം, എൻജോയ് യുവർ ലൈഫ്, എൻജോയ് ഗ്രാമർ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഞാൻ നല്ലപോലെ എടുത്ത് കുറേ ഒരു 407 ലെക്ചേഴ്സ് ഉണ്ട് എനിക്ക്. 407, ഒന്നും രണ്ടുമല്ല, 420 ലെക്ചേഴ്സ് ഉണ്ട്. ഗ്രാമർ മുഴുവൻ കവർ ചെയ്തിരിക്കുകയാണ്. നാമം ഇതുപോലത്തെ നൗൺ, പ്രോനൗൺ, ക്വസ്റ്റ്യൻ വേർഡ്, how to make questions, how to make passive, how to change from direct to indirect, sentence എന്താണ്, phrase എന്താണ്, pronouns എന്താണ്, pronounsൻ്റെ വിവിധ രൂപങ്ങൾ എന്താണ്, ഇതെല്ലാം പറഞ്ഞ് എടുത്തിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റ്, ഒറ്റ പൈസ ഒരു അറിവ് കൊടുക്കേണ്ട. നിങ്ങൾക്ക് സുഖമായിട്ട് അതെല്ലാം ലിസൺ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. സോ ബൈ ഹാവ് എ നൈസ് ടൈം, എൻജോയ് യുവർ ലൈഫ്.